രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. രാജാവ് അധർമ്മ ഭയത്തിന്റെ മുന്നിലാണ്. അദ്ദേഹത്തെ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കാൻ നിനക്കേ സാധ്യമാവുള്ളൂ. ഞാൻ 2 വരങ്ങൾ ചോദിച്ചു, അത് തരാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സാധ്യമാകുന്നില്ല. അപ്പോൾ ഒന്നുകിൽ അദ്ദേഹം അധർമ്മം ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ പെട്ടുപോയിരിക്കുന്നു. നീ അദ്ദേഹത്തെ രക്ഷിക്കുക. രാമനോട് കൈകേയി പറഞ്ഞു, ഇത്രയൊക്കെ വലിയ ഒരു ഉപക്രമം രാമനോട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാൻ രാമൻ എന്താ ചെയ്യാത്തത്? എന്തു വേണമെങ്കിലും ചെയ്യും. അച്ഛന്റെയും അമ്മമാരുടെയും ലോകത്തിന്റെയും ഹിതം മാത്രമാണ് രാമന് പ്രിയമായിട്ടുള്ളത്. എല്ലാവരുടെയും ഹിതം രാമന് പ്രിയമാണ്. അതുകൊണ്ട് രാമനോട് ഇങ്ങനെയൊന്നും പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ അഥവാ രാമനോട് താൻ ഇക്കാര്യം പറയുമ്പോ പറ്റില്ല എന്ന് രാമൻ പറഞ്ഞു പോയാലോ? രാമന്റെ സ്വഭാവം അനുസരിച്ച് അങ്ങനെ പറയില്ല. എങ്കിലും പറഞ്ഞു പോയാലോ? അത് വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയൊക്കെ വിസ്തരിച്ചിട്ട് കൈകേയി കേൾപ്പിച്ചത്. രാമൻ അത് കേട്ട് ദുഃഖം തോന്നി. ഇത്രയായിട്ടും അമ്മ എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്ന്. അഹോധിക് നർഹസേ ദേവി വക്തും മാം ഈദൃശം വച. അല്ലയോ അമ്മേ, കഷ്ടം കഷ്ടം. അമ്മ ഈ പ്രകാരത്തിലൊന്നും എന്നോട് പറയാൻ പാടില്ല. മഹാരാജാവ് എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും അത് അതേ പ്രകാരത്തില് നടപ്പിലാക്കുന്നവനാണല്ലോ ഞാൻ. അത് അമ്മയ്ക്ക് നന്നായി അറിയുന്ന കാര്യമാണല്ലോ. പിന്നെ അമ്മ എന്തിന് ഇങ്ങനെയൊക്കെ പറയുന്നു? അഹം ഹി വചനാതുരാജ്ഞ പതേമപിപാവകേ. രാജാവ് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തീയിൽ ചാടും. തീയിൽ ചാടണമെന്ന് രാജാവ് കൽപ്പിച്ചാ മതി. എനിക്ക് പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഞാൻ അഗ്നിയിൽ പ്രവേശിക്കും. പിന്നെയോ രാജാവ് പറയുകയാണെങ്കിൽ ശ്രീരാമൻ കൈകേയിയോട് ഉറപ്പായി പറയാണ്, സമുദ്രത്തിൽ ഞാൻ എടുത്തു ചാടും. അല്ലയോ അമ്മേ, എന്റെ ഗുരുവായിരിക്കുന്ന മഹാരാജാവ് നിയുക്തോ ഗുരുണാപിത്ര നൃപേണച്ച ഹിതേനച്ച. മഹാരാജാവ് അദ്ദേഹം എന്റെ പിതാവാണ്. അദ്ദേഹം ഈ നാടിന് രാജാവാണ്. അദ്ദേഹം എനിക്ക് ഗുരുവാണ്. അദ്ദേഹം എന്ത് ആജ്ഞ എന്റെ നേരെ പുറപ്പെടുവിച്ചു കഴിഞ്ഞാലും ഞാൻ നിശ്ചയമായിട്ടും അത് അനുസരിച്ചിരിക്കും. അതിനാൽ തദ്ബ്രൂഹി വചനം ദേവി രാജ്ഞോ യത് അഭികാംക്ഷിതം. അല്ലയോ അമ്മേ, രാജാവിന്റെ ആഗ്രഹം എന്താണെന്ന് അമ്മയ്ക്കറിയാമല്ലോ. രാജാവ് പറയണമെന്ന് പോലും ഇല്ല എന്നർത്ഥം. അമ്മ പറഞ്ഞാൽ മതി എന്നാണ് രാമൻ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലയോ അമ്മേ, അമ്മയ്ക്ക് അറിയാമല്ലോ രാജാവിന്റെ ആഗ്രഹം എന്താണ് എന്ന്. അല്ലെങ്കിൽ അമ്മ രാജാവിനോട് ചോദിച്ച വരങ്ങൾ എന്താണ് എന്ന് അമ്മയ്ക്കറിയാമല്ലോ. അല്ലയോ ദേവി, അമ്മ എന്നോട് നേരിട്ട് അത് പറഞ്ഞാൽ രാജാവിന്റെ മനസ്സിലിരിക്കുന്ന ആ കാര്യം അമ്മ തന്നെ പറഞ്ഞാലും, അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഞാൻ ചെയ്യുക എന്നറിയോ? കരിഷ്യേ കരിഷ്യേ പ്രതിജാനേച്ച രാമോ ദ്വിർനാഭിഭാഷത്തെ. ഞാൻ അത് നിർവഹിക്കും. എന്തൊക്കെയാണ് കൈകേയിയുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിയുന്നതിന് മുമ്പേ രാമൻ പ്രതിജ്ഞ എടുക്കുകയാണ്. പ്രതിജാനേച്ച, ഉറപ്പ് പറയാണ്, ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. കരിഷ്യേ, ഞാനത് നിർവഹിച്ചിരിക്കും. എന്താണ് വേണ്ടത് എന്ന് അമ്മ പറഞ്ഞാൽ മതി. രാമൻ ഒരിക്കലും വാക്ക് മാറുന്നവനല്ല. രാമോ ദുർനാഭിഭാഷതേ. രാമന് 2 വാക്കില്ല, ഒരൊറ്റ വാക്ക് അത് പറയും. അത് നടപ്പിലാക്കിയിരിക്കുകയും ചെയ്യും.
അതിൽ നിന്ന് വഴുതി മാറുന്ന സ്വഭാവം രാമനില്ല. അതുകൊണ്ടല്ലയോ അമ്മേ, എന്താണോ മഹാരാജാവ് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും സാരയില്ല എന്നർത്ഥം. അമ്മ പറയുക, ഞാൻ കരിഷ്യേ, ഞാൻ ചെയ്തിരിക്കും. രാമൻ കൈകേയിയോട് ഉറപ്പായി പറഞ്ഞു. ആ അവസരത്തില് അരുതാത്തതായ പാപനിശ്ചയം രാമന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കൈകേയി. രാമൻ അത് കേട്ടപ്പോഴേക്കും യാതൊരു പരിഭ്രമവും ഉണ്ടായില്ല, യാതൊരു ദുഃഖവും ഉണ്ടായില്ല. രാമന്റെ മുഖം എപ്പോഴും പ്രസന്നമാണ്, ചന്ദ്രനെ പോലെ എപ്പോഴും ആനന്ദപൂർണമായിട്ട് ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ചുകൊണ്ട് ശോഭിക്കും. അതിന് യാതൊരു മങ്ങലും ഉണ്ടായില്ല. രാമൻ അത് കേട്ടു. തനിക്ക് പിതൃപൈതാമഹമായി ലഭിച്ച രാജ്യം അത് തരില്ലെന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അതിനു വേണ്ടിയിട്ട് ഇതാ വലിയ സഭ കൂടി തീരുമാനമെല്ലാം എടുത്തു. അഭിഷേകത്തിനുള്ള എല്ലാ സംഭാരങ്ങളും ഒരുങ്ങി. ഇതാ ആളുകളെല്ലാം കൂടി ഘോഷയാത്രയായിട്ട് രാമനെ ഇങ്ങോട്ട് അനുഗമിച്ചത് നമ്മൾ കണ്ടതാണ്. അവരുടെ എല്ലാം പ്രാർത്ഥനകൾ നമ്മൾ കേട്ടതാണ്. ഈ ഒരു ഘട്ടം ആയി നിൽക്കവേ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നു എങ്കിൽ അയാളുടെ മനസ്സിലെ വികാരം എന്തായിരിക്കും? നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു ചെറിയൊരു നഷ്ടം പോലും സഹിക്കാത്തവരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഭൂരിഭാഗവും. പക്ഷേ രാമനെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ സത്യമാണ് വലുത്. അതിനപ്പുറം വേറൊന്നില്ല. അച്ഛനെ സത്യപ്രതിജ്ഞനാക്കുക, അത് പുത്രധർമ്മമാണ്. താനത് ചെയ്തിരിക്കും ഏത് സാഹചര്യത്തിലും. അതുകൊണ്ട് അമ്മ തന്റെ ആ വരദ്വയങ്ങളെ രാമനോട് കേൾപ്പിക്കുന്ന അവസരത്തില് രാമന്റെ മനസ്സിൽ യാതൊരു വൈഷമ്യം തോന്നിയില്ല. ആ മുഖം അതേപോലെ പ്രസന്നമായി തന്നെ നിന്നു. ശ്രീരാമചന്ദ്രന്റെ മറുപടി, കൈകേയിയുടെ വാക്കുകൾ നമുക്ക് തുടർന്ന് കേൾക്കാം. തുടർന്ന് രാമന്റെ മഹത്വം നമുക്ക് അറിയാൻ അവസരമൊരുക്കിയ രാമായണത്തിലെ ഈ സുപ്രധാനമായ നിമിഷം അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അതിന് വാൽമീകി മഹർഷി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ രാമായണ കഥ അതിൻ്റെ പൂർണ്ണതയിൽ ധർമ്മത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം നടത്തുന്നു. ധർമ്മമെന്ത് എന്നും അധർമ്മമെന്ത് എന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണിത്. ധർമ്മമെന്ത് എന്നും അധർമ്മമെന്ത് എന്നും തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല സന്ദർഭമാണിത്. നമുക്ക് നാളെ 8:30 ഒരുമിച്ച് കൂടാം. വാൽമീകി മഹർഷി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമ സീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.